ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റ് 2 27-ാം തീയതി ആദ്യത്തെ ദിവസത്തെ 27-ാം തീയതി ഷിഫ്റ്റ് 2 ഡിസ്കസ് ചെയ്യാൻ പോകണം. കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചോദ്യം ചെയ്യാം. ഞാൻ ഓരോ ചോദ്യം ചെയ്യുമ്പോഴും സിമ്പിളാണോ, വളരെ ഈസിയാണോ, മോഡറേറ്റ് ആണോ, പിന്നെ ഡിഫിക്കൽട്ടാണോ അത് പറയും. കാരണം അതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ളത് മാത്രം ആദ്യം ചെയ്യാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ. Coefficient of x to the power 2012 in the expansion of 1 minus x raised to 2008 into 1 plus x square raised to 2007. ഈ പാറ്റേണിലുള്ള ചോദ്യം ഒരുവിധം എനിക്ക് തോന്നുന്നു 4-5 സെഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ബൈനോമിയൽ തിയറി ആക്കുക. ഇത് ട്രൈനോമിലാണ്, 3 ആൾക്കാരുണ്ട്. 1 plus x square എന്ന് 3 ആൾക്കാരുണ്ട്. അപ്പോൾ ഒറ്റ ഒന്നാക്കാം. എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു ഐഡൻറ്റിറ്റി. ഇങ്ങനെ ഐഡൻറ്റിറ്റി കിട്ടുന്നത് നിങ്ങൾ a മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. യു യൂസ് ദിസ് ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുമ്പം എന്താ കിട്ടുക? 1 മൈനസ് എക്സ് ഇൻറ്റു 1 minus x into 1 plus x square whole raised to 2007. അല്ലേ, ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്? ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 minus x into 1 minus x cube whole raised to 2007. അല്ലേ, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്താൽ 1 minus x into ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക മക്കളെ? 1 minus 2007 C1 x cube. എല്ലാ ടേം എഴുതുന്നുണ്ടാവും, 2-3 ടേം എഴുതിയാൽ അതിൻ്റെ പാറ്റേൺ മനസ്സിലാവും. C2 x raised to 3 x raised to 6 minus etc. It goes on like that, അല്ലേ? Minus etc. Minus etc. It goes on like that. ലാസ്റ്റ് ടേം ഉണ്ടാവും. അപ്പം ഈ എക്സ്പാൻഷനിൽ നോക്കൂ, ഈ എക്സ്പാൻഷനിൽ എല്ലാവരും എക്സ് ക്യൂബിൻ്റെ ഹയർ പവേഴ്സ് ആണ്. എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 6 എക്സെട്ര. അപ്പോൾ എപ്പോഴും എക്സിൻ്റെ പവർ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. എക്സിൻ്റെ പവർ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ആക്ച്വലി 1 ഇൻറ്റു എക്സിൻ്റെ പവർ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടേം, പിന്നെ എക്സ് ഇൻറ്റു എന്താണ് എക്സ് റേസ് ടു 4 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള നമ്പറിനോട് ഒന്ന് കൂട്ടിയത് വരും അല്ലേ? ഇത് എക്സ് റേസ് ടു 4 വരും, ഇവിടെ എക്സ് റേസ് ടു 7 വരും ആൻഡ് സോ ഓൺ. അപ്പം എന്തൊക്കെ ടേംസ് ഉണ്ടാവും? ടേംസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ടാവും അല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഉണ്ടാവും ടേംസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ടാവും. പിന്നെയോ മൈനസ് ടേംസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1, 3n പ്ലസ് 1 ഫോമിലായിരിക്കും അല്ലേ? നോക്കൂ, 2012 3യുടെ മൾട്ടിപ്പിൾ ആണോ? 2012 3യുടെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. മൾട്ടിപ്പിൾ ആണോ? അല്ല. നോക്കൂ, 6 is 18, 21ൽ 7 3 is 21, പിന്നെ 0 2 ആണ് റിമൈൻഡർ. അപ്പോൾ 2 റിമൈൻഡർ ഉള്ള ടേം ഒരിക്കലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ എക്സ്പാൻഷനിൽ എക്സിൻ്റെ പവർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 റിമൈൻഡർ വരുന്ന സന്ദർഭം ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും എക്സ് ക്യൂബിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, എന്ന് വെച്ചാൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്പിൾ പ്ലസ് 1 ആക്കി. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സിൻ്റെ പവർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന വിധത്തിലായിരിക്കും. ഇത് എക്സ് റേസ് 2012 എന്ന് പറഞ്ഞാൽ ബൈ 3 പറയുമ്പം 2012 by 3ൻ്റെ റിമൈൻഡർ 2 ആണ്. അപ്പോൾ ഒരിക്കലും 2012 എന്നുള്ള ടേം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഇസ് 0. ഇതൊരു അടിപൊളി ചോദ്യം കേട്ടോ. ആൻസർ ഇസ് 0. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിപ്പം 1 minus x raised to 2012 പകരം ഇതിന് പകരം 12 പകരം 13 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 11 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്ന് വീട്ടിൽ പോയിട്ട് നോക്കാം. ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ആലോചിച്ച് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് ട്രിഗണോമെട്രിക് ഇക്വേഷനിലെ ചോദ്യമാണ്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ സിലബസിൻ്റെ ഔട്ടാണ്. പക്ഷേ ഔട്ടാണെന്ന് പറയാൻ വയ്യ. കാരണം ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ ഫോർമുല ഉപയോഗിക്കേണ്ട സന്ദർഭം ഇതിൽ വരുന്നില്ല. അതുകൊണ്ട്
ജസ്റ്റ് ഔട്ടാണെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. റൈറ്റ്. ആദ്യം ഈ ടു ടാൻ സ്ക്വയർ തിറ്റ മൈനസ് 5 sec തിറ്റ പ്ലസ് 1 ഹാസ് 7 സൊല്യൂഷൻസ്. അപ്പോൾ അത് ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്, സൊല്യൂഷനാക്കി എഴുതുക. അതായത് 2 into 1 പ്ലസ് ടാൻ സ്ക്വയറിന് സിക്കൻഡ് സ്ക്വയർ തിറ്റ മൈനസ് 1 എഴുതാം. മൈനസ് 5 sec തിറ്റ ഇസ് ഈക്വൽ ടു 1. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? 2 6 സ്ക്വയർ തിറ്റ മൈനസ് 5 ടാൻ തിറ്റ മൈനസ് 2 മൈനസ് 1 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷൻ വരെ അല്ലേ. അപ്പോൾ അത് സിക് തിറ്റയാണ് കേട്ടോ, സോറി സിക് തിറ്റയാണ്. അപ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇൻ സിക് തിറ്റയാണ്. അപ്പോൾ സിക് തിറ്റയുടെ വാല്യൂ കാണാം. എന്താ സിക് തിറ്റയുടെ വാല്യൂ? സിക് തിറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. സാധാരണമാതിരി ക്വാഡ്രാറ്റിക് ആണെങ്കിൽ വാല്യൂ എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2. 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് 4 to 3 is 24 അല്ലേ, പ്ലസ് 24 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ സിക് തിറ്റയുടെ വാല്യൂ എന്താ മക്കളെ? 5 പ്ലസ് ഓർ മൈനസ് 7/4 അല്ലേ. 5 7 എത്രയാ? 12. 12/3 4 3 വരും. പിന്നെയോ 5 മൈനസ് 7/2 മൈനസ് 2/4 1/2 മൈനസ് 1/2 അല്ല പ്ലസ് 1/2 അല്ലേ. സൈൻ 5 പ്ലസ് ഓ മൈനസ് 49 അല്ലേ, 7. അപ്പോൾ 5 7 പോയാൽ മൈനസ് 2 തന്നെയാണ്. മൈനസ് 2 മൈനസ് 1/2 ആണ് അല്ലേ. 5 പ്ലസ് 7/2 ആകുമ്പോൾ 12/4 3. ഇത് 5 മൈനസ് 7/2 ആകുമ്പോൾ മൈനസ് 2/4. ഇറ്റ് ഇസ് മൈനസ് 1/2. അപ്പോൾ സിക് തിറ്റ അതാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോസ് തിറ്റ? Therefore cos theta will be 1/3 and cos theta will be minus 2. ഇത് പോസിബിൾ അല്ല. അപ്പോൾ ഓൺലി പോസിബിൾ വാല്യൂ ഓഫ് cos theta is 1/3. അപ്പോൾ cos theta equals 1/3 ആണ് സംഭവം അല്ലേ. അപ്പോൾ cos theta 1/3ക്ക് 7 സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയാം ഇൻ 0 and π. അപ്പോൾ അത് നമുക്ക് ഒരു ഗ്രാഫ് വരച്ചാൽ നന്നാവും. അതായത് ഇതാണ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇങ്ങനെ. അയ്യോ, കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് കോസ് എക്സ് ഏകദേശം. അപ്പം ഇത് പൈ ആണ്, ഇത് 2π ആണ്, ഇത് 3π ആണ്, ഇത് 4π ആണ്, ഇത് 5π ആണ്, ഇത് 6π ആണ്, ഇത് 7π ആണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ cos theta equals 1/3. ഇതാണ് ചോദ്യം. cos theta equals 1/3ക്ക് 7 സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ cos theta equals 1/3 ആകുമ്പോൾ ഇവിടെയാണ് 1/3 ഉണ്ടാവുക. ഇത് 1 ആണ്. ഇവിടെയാണ് 1/3 ഉണ്ടാവുക. അപ്പോൾ ഞാൻ 1/3ൽ ഒരു വരയുണ്ട് വരയ്ക്കാം, ഹൊറിസോണ്ടലായിട്ടൊരു വര വരയ്ക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന പോയിന്റ് ഒക്കെ സൊല്യൂഷൻസാണ്. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. അതായത് ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, 1 2. അപ്പോൾ 0ൻ്റെയും 2πൻ്റെയും ഇടയിൽ 2 സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ. 0ൻ്റെയും 2πൻ്റെയും ഇടയിൽ 2 സൊല്യൂഷൻസ്. പിന്നെ 2πൻ്റെയും 3πൻ്റെയും ഇടയിൽ, അല്ല 2πൻ്റെയും 4πൻ്റെയും ഇടയിൽ, 2πൻ്റെയും 4πൻ്റെയും ഇടയിൽ വീണ്ടും 2 സൊല്യൂഷൻസ്. പിന്നെ 4πൻ്റെയും 6πൻ്റെയും ഇടയിൽ, അതായത് സൊല്യൂഷൻസ് ആർ ദോസ് പോയിന്റ്സ് വേർ ദ ഗ്രാഫ് ഓഫ് y equals cos x 1/3 കട്ട് ചെയ്യുന്ന സ്ഥലമാണ് സൊല്യൂഷൻസ്. അപ്പം ഇവിടെ അത് 2 സൊല്യൂഷൻസ് വരും. അപ്പം 6πൻ്റെയും അപ്പം ഇപ്പം എത്ര സൊല്യൂഷൻസ് ആയി? 6 സൊല്യൂഷൻസ് ആയി.
അപ്പം 6 സൊല്യൂഷൻസ് ആവണമെങ്കിൽ 6 7 ഇടയിൽ നോക്കൂ, 6 ലീസ്റ്റാണ് ചോദിച്ചത് അല്ലേ? നോക്കൂ, ലീസ്റ്റ് വാല്യൂ ഓഫ് എൻ. ഓക്കെ, ലീസ്റ്റ് വാല്യൂ ഓഫ് എൻ. അതാ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഇതാക്കണ്ട് ഇവിടെയാണ് സൊല്യൂഷൻ ഉള്ളത്, ഇവിടെ പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ പോയിന്റ് എന്താ? 6π + π/2 ആണ്, എന്ന് വെച്ചാൽ 13π/2 ആണ്. എന്ന് വെച്ചാൽ 6π + π/2 ദാറ്റ് ഈസ് 13π/2 ഇടയിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പം മൊത്തം 7 സൊല്യൂഷനായി. അപ്പം 7 സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താവണം? 0-ൻ്റെയും nπ/2 ഇടയിൽ. ചോദ്യം എന്താ? 0-ൻ്റെയും nπ/2 ഇടയിൽ 7 സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ n എന്താവണം? 13 ആവണം. മനസ്സിലായോ? അടിപൊളി ചോദ്യം കേട്ടോ, അത് സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം n 13 ആണ്. ചോദ്യം എന്താ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സിഗ്മ k ഗോയിങ് ഫ്രം 0 to ആണോ 1 to n 1 to n k ഡിവൈഡഡ് ബൈ 2 power n. ഇതാണ് ചോദ്യം. അപ്പം എൻ്റെ വാല്യൂ 13 ആണ്. അപ്പം ഇത് സിഗ്മ k ബൈ 2 power 13, k ഗോയിങ് ഫ്രം 1 to n. എന്തായിരിക്കും വാല്യൂ? ഇറ്റ് ഈസ് 1/2 power 13 പുറത്തേക്ക് എടുക്കാം. ഇറ്റ് ഈസ് സിഗ്മ k. അപ്പം വാട്ട് ഈസ് സിഗ്മ k? k ഗോയിങ് ഫ്രം 1 to 13, n 13 അല്ലേ? അപ്പം ഇറ്റ് ഈസ് 1/2 power 13 ഇൻറ്റു 1 + 2 + 3 + etc. + 13. എത്രയാ? ഇറ്റ് ഈസ് 1 + 2 + etc. + 13. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ മക്കളെ? n × n + 1/2 അല്ലേ? അപ്പോൾ 1/2 × 13 × 14/2. അപ്പോൾ 7 വരും, 91 വരും. അപ്പോൾ ആൻസർ ഇസ് 91/2 power 13. അയ്യോ, അടിപൊളി ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് 91/2 power 13. അപ്പോൾ ആൻസർ ഇസ് 91/2. ഓപ്ഷൻ 2 ഇസ് ആൻസർ. നല്ല ചോദ്യമാണ്. പക്ഷെ അത് ആദ്യത്തെ റൗണ്ടിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും കുറച്ച് കോമൺ സെൻസ് ഉള്ള കുട്ടിക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ആദ്യത്തെ റൗണ്ടിൽ അത് ചെയ്യേണ്ട, മോഡറേറ്റ് ആണ്. x → 0 ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. പഠിച്ചിട്ട് പോകണം കേട്ടോ, ഇത് പഠിച്ചിട്ട് പോകണം. പഠിക്കാതെ പോയാൽ ഇത് മോഡറേറ്റ് ആണ്, ഡിഫിക്കൽട്ടാണ്. പഠിച്ചു പോയത് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പോകണം. എല്ലാ എക്സാമിനും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ആൻസർ 1/3 തന്നിട്ടുണ്ട്. x → 0 x 1/3 തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2α - β എന്നാ ചോദ്യം. അപ്പം ഇത് സീരീസ് ആക്കിയിട്ട് ചെയ്യണം. അതായത് സൈൻ എക്സിന് ഒരു സീരീസ് ഉണ്ട്. സൈൻ എക്സിന്റെ സീരീസ് എന്താ? 1 - x -x³ / 3 factorial പ്ലസ് x⁵5/5 factorial പ്ലസ് എക്സെട്ര. ഇതാണ് സൈൻ എക്സിന്റെ സീരീസ്. കോസ് എക്സിന്റെ സീരീസ് എന്താ? 1 - x² / 2 factorial പ്ലസ് x⁴/4 factorial എക്സെട്ര. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വരും. ഇനി log 1 + x into expansion, it is x - x² / 2 പ്ലസ് x³ / 3 മൈനസ് എക്സെട്ര. അപ്പോൾ ഇത്രയും സീരീസ് ഓർക്കുക. ടാനിൻ്റെ സീരീസ് ആവശ്യമില്ല. അപ്പോൾ വാട്ട് വി ഡു ഹിയർ ഇസ് ദിസ്. ഇതിന് ഞാൻ മുകളിലും താഴെയും ടാൻ സ്ക്വയർ ഇവിടെ താഴെ x² ഉണ്ടെങ്കിൽ tan² x/x² 1 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ ഡിനോമിനേറ്ററിലും അത് x² വയ്ക്കാം. ഇതിൻ്റെ ഡിനോമിനേറ്ററിലും x² വയ്ക്കാം. അപ്പോൾ യു ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് x². താഴത്തെ സെറ്റിലായി. tan² x/x² എന്താ? 1 ആണ്. ലിമിറ്റ് x → 0. അപ്പോൾ അത് സെറ്റിലായി. അപ്പോൾ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ഓഫ് x → 0 3 + α ഇൻറ്റു സൈൻ എക്സിന് പകരം അതുകൊണ്ട് കൊടുക്കുക. ഇറ്റ് ഈസ് x - x³ / 3 ഫാക്ടറിയൽ. അത്ര എഴുതിയാൽ മതി. പ്ലസ് ബീറ്റ ഇൻറ്റു കോസ് എക്സിൻ്റെ സീരീസ് 1, കാരണം താഴെ x² ഉണ്ട്, x² വരെ എഴുതിയാൽ മതി. അപ്പോൾ 1 - x² / 2 ഫാക്ടറിയൽ. അടുത്ത ടേം എഴുതണ്ട. അടുത്ത ടേം ഉണ്ട്, പക്ഷേ എഴുതുന്നില്ല ഞാൻ. പ്ലസ് log 1 + x. log 1 + xന് പകരം x - x² / 2. അടുത്ത ടേം എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ x² ആൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ 3 tan² x/x². ഇതിൻ്റെ വാല്യൂ ആണ് 1/3 തന്നിട്ടുള്ളത്. ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദ വാല്യൂ ഇസ് 1/3. അപ്പോൾ ഇവിടെ ഈ സാധനം 1ലേക്ക് പോകാനുള്ളതാണ്.
ഈ 3യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ദിസ് 3 ആൻഡ് ദിസ് 3 ക്യാൻ ബി ക്യാൻസൽ. നമുക്ക് ഈ 3യും ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ അത് 1 ആവണം അല്ലേ, 1 ആവണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആവണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പ്രത്യേകത വെച്ചാൽ ഇത് 1ലേക്ക് പോകും. ഇനി ഈ ടേമിൽ നോക്കൂ, ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്താൽ ന്യൂമറേറ്റർ എന്താ വരിക, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0. ആദ്യം എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം പുറത്തെടുത്താൽ എന്താ വരിക, 3 പ്ലസ് ബീറ്റ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്താൽ എന്താ വരിക, പ്ലസ് എക്സ് ഇൻറ്റു ആൽഫ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആൽഫ പ്ലസ് 1 അല്ലേ, പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സ് സ്ക്വയർ എന്താ വരിക, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് മൈനസ് ബീറ്റ ബൈ 2 മൈനസ് 1/2 പ്ലസ് terms containing x, terms in x cube etc. divided by x square, divided by tan square x by x square is equal to 1. ഈ ടേം എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. അപ്പം വാട്ട് വി ഡു ഹിയർ ഇസ് ദിസ്, ഇത് എന്തിലേക്കാണ് പോവുക, 1ലേക്ക് പോകും. നോക്കൂ, ഈ എക്സ് സ്ക്വയർ എല്ലാം ഡിവൈഡ് ചെയ്താൽ ഇവിടെ എക്സ് സ്ക്വയർ വരും, ഇവിടെ എക്സ് സ്ക്വയർ വന്നാൽ ഈ എക്സും വെട്ടിപ്പോവും, ഇവിടെ എക്സ് സ്ക്വയർ വന്നാൽ ഈ എക്സ് സ്ക്വയർ വെട്ടിപ്പോവും, ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിൽ വെട്ടിപ്പോയാൽ മുകളിൽ എക്സ് ഉണ്ടാവും. ഈ എക്സ് ലിമിറ്റ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ പോകാനുള്ളതാണ്. അപ്പോൾ ഈ ടേംസ് എല്ലാം പോകാനുള്ളതാണ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എക്സ് സ്ക്വയർ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, ഇത് 1 ആയി. എക്സ് സ്ക്വയർ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഈ ടേംസ് ഒക്കെ എക്സിൻ്റെ വലിയ പവേഴ്സാണ് മുകളിലുണ്ടാവുക. അപ്പോൾ അതൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ വെട്ടുമ്പം ഇതായിരിക്കും 1 അല്ലേ. എക്സ് സ്ക്വയർ വെട്ടുമ്പോൾ എക്സ് സ്ക്വയർ വെട്ടിപ്പോലെ. അപ്പോൾ എന്താ കിട്ടുക, മൈനസ് ബീറ്റ ബൈ 2 പ്ലസ് 1 മൈനസ് 1/2 ആയിരിക്കും 1. അപ്പോൾ ബീറ്റയുടെ വാല്യൂ കിട്ടില്ലേ മക്കളെ, മൈനസ് ബീറ്റ ബൈ 2 ബൈ 2 1/2 ഇസ് 1. അപ്പോൾ ബീറ്റ പ്ലസ് 1 ഇസ് -2 ഓർ ബീറ്റ ഈസ് ഈക്വൽ ടു -3 ആണോ, അതെ, ബീറ്റ ഈസ് ഈക്വൽ ടു -3 അല്ലേ. പിന്നെയോ അപ്പം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും അത്. പിന്നെയോ ബാക്കിയുള്ളോ, ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ എക്സ് സ്ക്വയർ ആണ് വരിക, ഇവിടെ താഴെ എക്സ് സ്ക്വയർ വരും. അപ്പോൾ ഈ എക്സും വെട്ടിപ്പോവും. അപ്പോൾ ആൽഫ പ്ലസ് 1 ബൈ എക്സ് വരും. അപ്പോൾ ആൽഫ പ്ലസ് 1 0 ആവണം. ആയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് 1 ആവില്ല, ഇൻഫിനിറ്റ് ആയി പോകും. കാരണം വെട്ടിപ്പോയാൽ ബൈ എക്സ് സ്ക്വയർ വരുമ്പോൾ വെട്ടിപ്പോയാൽ ആൽഫ പ്ലസ് 1 ബൈ എക്സ് വന്നാൽ താഴെ 0ലേക്ക് പോകുമ്പം അത് ഇൻഫിനിറ്റി ആയി പോകും. ആൽഫ പ്ലസ് 1 0 അല്ലെങ്കിൽ. അപ്പോൾ ലിമിറ്റ് വരുന്നതിൻ്റെ മുമ്പേ തന്നെ ഈ ആൽഫ പ്ലസ് 1 എന്താവണം, 0 ആവണം. 3 പ്ലസ് ബീറ്റ എന്തായാലും 0 ആവണം. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താവണം, ആൽഫ പ്ലസ് 1 0 ആവണം, ബീറ്റ 3 പ്ലസ് ബീറ്റയും 0 ആവണം. അപ്പോൾ 3 പ്ലസ് ബീറ്റ ഓൾറെഡി 0 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ -1 ആവണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ചോദ്യം, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2? അപ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു -3 ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, ആൽഫ ഈസ് ഈക്വൽ ടു -1. അത്രയേ ഉള്ളൂ. ആൽഫ ഈസ് ഈക്വൽ ടു -1. അപ്പോൾ 2 ആൽഫ മൈനസ് ബീറ്റയാണ് ചോദ്യം. 2 ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? റെഡി അല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആൽഫ പ്ലസ് 1 വരിക. ശരി, ആൽഫ ഈസ് ഈക്വൽ ടു -1. അപ്പോൾ എന്താ ആൻസർ വരിക, 2 ഇൻറ്റു -1 മൈനസ് ഓഫ് -3. ആൻസർ ഇസ് 1. അപ്പോൾ ആൻസർ ഇസ് 1 ഇസ് ആൻസർ. സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡൂവബിൾ ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. ഇങ്ങനത്തെ തരം ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ബുക്കിലുണ്ടാവും. പഠിക്കുക കേട്ടോ, എക്സാമിന് വരുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. പൊസിഷൻ വെക്ടർ ഓഫ് 3 vectors A, B, C of a triangle are this. L denotes the length of angle bisector of AD, angle BAC where angle AD, angle BAC where D is the line segment on BC, then 2L square equals. അപ്പം 3 പോയിന്റ്സ് പൊസിഷൻ വെക്ടർ പഠിച്ച എ ബി സി ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം, ഒരു ട്രയാങ്കിൾ. ഇതാണ് എ ബി സി. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് സി. പൊസിഷൻ വെക്ടേഴ്സാണ് തന്നില്ല. അപ്പോൾ ആ പോയിന്റ് ഇത് എ ആയിട്ട് എടുത്തു. അപ്പോൾ എ എങ്ങനെ എടുക്കാം, 2, 3, 3 ആയിട്ട് എടുക്കാം. ബി എന്തായിട്ട് എടുക്കാം, 2, -2, 3 ആയിട്ട് എടുക്കാം. സിയോ -1, -1, 3 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ആംഗിൾ ബൈസെക്ടർ. L denotes the length of angle bisector of AD, AD of angle BAC. ഇതാണ് BAC. അതിന് ആംഗിൾ ബൈസെക്ടർ എടുക്കാം. ഇതാണ് ആംഗിൾ BAC. എന്താ ആംഗിൾ ബൈസെക്ടറിൻ്റെ വ്യത്യാസത, ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബൈസെക്ടറിൻ്റെ ഇതാണ് L, ഇതാണ് AD ആൻഡ് ദിസ് ലെങ്ത് ഇസ് L. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2L സ്ക്വയർ? അപ്പോൾ ആ ലെങ്ത് കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ ഐഡിയ എന്താ വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ജോമെട്രിയിലെ കൺസെപ്റ്റാണ്. 3 dimension ആയാലും 2 dimension ആയാലും കുഴപ്പമില്ല.
ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് ഫേസിന്, ഇതിപ്പോൾ എയും ഇത് ബിയും ആണെങ്കിൽ ഈ എ ഇസ് ടു ബിയിലാണ് ഡിവൈഡ് ചെയ്യുക. ആംഗിൾ ബൈസെക്ടർ, അതായത് ഐസോസെൽസ് ആണെങ്കിൽ മിഡ് പോയിന്റ് ആയിരിക്കും. ഇതിപ്പോൾ 2ഉം ഇത് 3ഉം ആണെങ്കിൽ ഇത് 2:3 ഡിവൈഡ് ചെയ്യുക. ഇത് 4ഉം ഈ ലെങ്ത് 4ഉം ഇത് 5 ആണെങ്കിൽ ഇത് 4:5 ഡിവൈഡ് ചെയ്യുക. അപ്പം ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ്സ് ഓപ്പോസിറ്റ് ഫേസ് ഇൻ ദ റേഷ്യോ ഓഫ് ദ അഡ്ജസൻറ്റ് സൈഡ്സ്. കൺസെപ്റ്റാണ്, സ്കൂളിൽ ഹൈസ്കൂളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ലെങ്ത് കാണാം, എ ബിയുടെ ലെങ്ത് കാണാം, ബി സി നല്ല ആ റേഷ്യോ കാണാൻ പറ്റുമല്ലോ. എ ബിയുടെ ലെങ്ത് എന്താ? വാട്ട് ഇസ് ലെങ്ത് എ ബി? എ ബിയുടെ വാല്യൂ എന്താ? എ ബിയുടെ വാല്യൂ 2 - 2 ഉണ്ടാവില്ല. 3 - 2 5 25. 3 - 3 ഉണ്ടാവില്ല. അപ്പോൾ 5 ആണ്. എ ബി √5 ആണ്. അപ്പോൾ എ ബിയുടെ ലെങ്ത് 5 ആണ്. ഇനി എ സിയുടെ ലെങ്ത് എന്താ മക്കളെ എന്ന് പറയൂ? എ സിയുടെ ലെങ്ത് 2 - 1 3 9. 3 - 1 4 16. 3 - 3 ഉണ്ടാവില്ല, അതും 5 ആണ്. അപ്പോൾ ആ ട്രയാങ്കിൾ ഐസോസ്റ്റസ് ആണ്, റൈറ്റ്? ഐസോസ്റ്റസ് ആണെങ്കിൽ ഈ ഡി പറയുന്നത് മിഡ് പോയിന്റ് ആയിരിക്കും. ഡി വിൽ ബി ദ മിഡ് പോയിന്റ്. ഇറ്റ് വിൽ ഡിവൈഡ് ഇൻ ദ റേഷ്യോ 1:1. അപ്പോൾ ഡി മിഡ് പോയിന്റ് ആണെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ് നമുക്കറിയാം. 2 - 1/2 ഇറ്റ് ഇസ് 1/2. -2 - 1 that is -3/2. 3 + 3 that is 3. അപ്പോൾ അതാണ് പോയിന്റ്. ഇനി എന്താ ചോദ്യം? എ ഡിയുടെ ലെങ്ത് കാണാം, അതാണ് എൽ. അപ്പോൾ വാട്ട് ഈസ് എൽ? എൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എ ഡി. വാട്ട് ഈസ് ലെങ്ത് ഓഫ് എ ഡി? √(x2 - x1² + 5). സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ 2 - 1/2 3/2 9/4. 3 - 3/2 3ഉം 1/2 4. 4 പറഞ്ഞാൽ 9/2 ഉണ്ടാവും അല്ലേ? 9/2 പറഞ്ഞാൽ 81/4 പ്ലസ് 3 - 3 ഉണ്ടാവില്ല. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഈസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 90/4. വാട്ട് ഇസ് 2L സ്ക്വയർ? 2L സ്ക്വയർ ഈക്വൽസ് 45. അപ്പോൾ 45 ഇസ് ആൻസർ. ഇത് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്, വെരി ഈസി ക്വസ്റ്റ്യൻ, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സാധാരണ നമ്മൾ ബോർഡ് എക്സാമിനേഷൻ ചോദിക്കുന്ന ലെവലിൽ കൂടി ഇല്ല. അപ്പോൾ ഇത് ഇന്റഗ്രൽ 0 to π dx by 1 + α² - 2α cos x. ഇത് ഇൻ്റഗ്രേഷനിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾ എക്സാമിനേഷന് ഇത് ആദ്യം തന്നെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. പക്ഷേ ഞാനിത് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് ഐ ആയിട്ട് എടുക്കാം. ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π dx by 1 + α² - 2α cos x. കിങ്സ് റൂൾ ഉപയോഗിക്കുക. എന്താ കിങ്സ് റൂള്? ഇന്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of a - x dx, അല്ലെങ്കിൽ a + b ആണെങ്കിൽ a + b - x. കിങ്സ് റൂൾ. അപ്പോൾ അതിവിടെ ഉപയോഗിച്ചാൽ ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ 0 to π dx ഡിവൈഡഡ് ബൈ 1 + α² മൈനസ് എക്സിന് പകരം π - x വയ്ക്കുക. അപ്പോൾ പ്ലസ് 2α cos x വരും. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2i ഇസ് ഈക്വൽ ടു എന്താ വരിക? യു ഗെറ്റ് 2i ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π ഡിനോമിനേറ്റർ എന്താവും? a + b × a - b ആണ്. അപ്പോൾ 1 + α² ഹോൾ സ്ക്വയർ മൈനസ് 4α² cos² x. മുകളിൽ എന്താ വരിക? 1 + α² 1 + α² plus 2α cos x plus 1 + α² minus 2α cos x. ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ 1 + α² 1 + α² ആഡ് ചെയ്താൽ 2α² വരും. അപ്പോൾ 2i ഇസ് ഈക്വൽ ടു എന്താ വരിക? 2 × 1 + α² പുറത്തെടുക്കാം ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 0 to π 1 by 1 + α² whole square minus 2α² into 2 cos² alpha വരും. What is 2 cos² alpha? You can write it as 1 + cos 2 alpha cos 2x dx. 1 + cos 2x dx. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടി വൃത്തിയിൽ എഴുതാം. ഈ 2 വെട്ടിപ്പോവും. ദ വാല്യൂ വിൽ ബി എന്താ വരിക? 2i ഇസ് ഈക്വൽ ടു അല്ല i ഈസ് ഈക്വൽ ടു 2 വെട്ടിപ്പോയില്ലേ? അപ്പോൾ i ഈസ് ഈക്വൽ ടു integral 1 + α² into integral of 0 to π 1 by
നോക്കൂ, ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയറും 2 ആൽഫ സ്ക്വയറും കൂടി സബ്ട്രാക്ട് ചെയ്താൽ ഇത് എക്സ്പാൻഡ് ചെയ്താൽ 1 പ്ലസ് ആൽഫ റേസ് ടു 4 പ്ലസ് 2 ആൽഫ സ്ക്വയർ ആയിരിക്കും, മൈനസ് 2 ആൽഫ സ്ക്വയർ വെട്ടിപ്പോകും. അപ്പോൾ ഈ ഗെറ്റ് 1 പ്ലസ് ആൽഫ റേസ് ടു 4 അല്ലേ, 1 പ്ലസ് ആൽഫ റേസ് ടു 4, പിന്നെ മൈനസ് 2 ആൽഫ സ്ക്വയർ കോസ് 2x dx, റൈറ്റ്, കോസ് 2x dx. ഇനി ആ കോസ് ഇത് ഏത് ഫോമാണ്? ഇത് ഈ ഫോമാണ്, ഇൻറ്റഗ്രൽ ഓഫ് 1 ബൈ എ പ്ലസ് ബി കോസ് എക്സ്. ഇതിപ്പോൾ എ പ്ലസ് ബി കോസ് എക്സ് ആണെങ്കിലും എ പ്ലസ് ബി സൈൻ എക്സ് ആണെങ്കിലും എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ആണെങ്കിലും ഐഡിയ എന്താണ്? പുട്ട് ടി ഈക്വൽസ് ടാൻ എക്സ് ബൈ 2. ഈ രണ്ട് ഫോർമുലേസ് ഓർക്കണേ. എ പ്ലസ് ബി കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ മുകളിലും താഴെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദെൻ പുട്ട് ടാൻ എക്സ് ഈക്വൽസ് ടി. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താലും മതി. വേണമെങ്കിൽ ഇവിടെ കോസ് സ്ക്വയർ എക്സ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്താലും മതി. കോസ് സ്ക്വയർ എക്സിനെ അങ്ങനെ ചെയ്താലും മതി. അതാണ് കുറച്ചും കൂടി നന്നാവുക തോന്നുന്നു അല്ലേ? ദാറ്റ് വിൽ ബി ബെറ്റർ. ഒരു കാര്യം ചെയ്തു, അതിനെ അങ്ങനെ ചെയ്തോളൂ. വിൽ ഡു ദാറ്റ്. കുറച്ചുകൂടി എളുപ്പമാണ്. കോസ് സ്ക്വയർ എക്സ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമല്ലേ? അതായത് എ പ്ലസ് ബി കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ, അതായത് ഇൻറ്റഗ്രൽ 1 ബൈ എ പ്ലസ് ബി കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ മുകളിലും താഴെയും എന്ത് ചെയ്താൽ മതി? കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന് ശേഷം ടാൻ എക്സിന് ടി കൊടുക്കുക, റൈറ്റ്? അപ്പോൾ ഇത് ഈ സാധനം ഇൻറ്റഗ്രൽ എന്താവും? 2i ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ 2 വരും. ഫോർ i ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ 1 ബൈ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് dx. ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇൻറ്റഗ്രൽ 0 ടു പൈ അല്ലേ, കോസ് സ്ക്വയർ എക്സ് അല്ലേ, അപ്പോൾ എക്സിന് പകരം 0 പൈ മൈനസ് എക്സ് വെച്ചാൽ മാറില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് ട്വൈസ് ഓഫ് 0 ടു പൈ ബൈ 2 എഴുതിയാലും കുഴപ്പമില്ല, റൈറ്റ്? ഇനി മുകളിലും താഴെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് അതന്നെ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് എന്താണ്? 1 പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 0 ടു പൈ ബൈ 2 1 ബൈ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 4 ആൽഫ സ്ക്വയർ 1 plus alpha square whole square minus 4 alpha square cos square alpha cos square x dx. 1 plus alpha square into 2 0 to pi by 2 1 plus alpha square whole square minus 4 alpha square cos square x. ഇത് ഫോമാണ്. അപ്പോൾ മുകളിൽ താഴെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് ടാൻ എക്സിന് പകരം ടി കൊടുക്കാം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 plus 2 into 1 plus alpha square into integral 0 to pi by 2. മുകളിലും താഴെ കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ സീക്കൻഡ് സ്ക്വയർ എക്സ് വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ അവിടെ 6 സ്ക്വയർ എക്സ് വരും, പിന്നെ പ്ലസ് മൈനസ് 4 ആൽഫ സ്ക്വയർ വരും dx അല്ലേ? ഇനി സീക്കൻഡ് സ്ക്വയർ എക്സ് പകരം 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് വയ്ക്കാം. അപ്പോൾ ഈ സീക്കൻഡ് സ്ക്വയർ എക്സിന് പകരം ഞാൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് വയ്ക്കാം. ഈ സീക്കൻഡ് സ്ക്വയർ എക്സിന് പകരം 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് വയ്ക്കാം. അതൊന്ന് വൃത്തിയിൽ എഴുതാം. അപ്പോൾ എന്താ വരാം? ഇറ്റ് ഈസ് 2i 2 ഇൻറ്റു 1 പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 secant square x dx divided by tan square x ന്റെ കൂടെ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഉണ്ടാവും. 1 പ്ലസ് ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ ടാൻ സ്ക്വയർ എക്സ്, പിന്നെ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ സ്ക്വയർ. അപ്പം പ്ലസ് 1 മൈനസ് ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ വരും.
കാരണം a plus b whole square minus 4ab is a minus b whole square. അല്ലേ? അപ്പോൾ ഇതിൽ 1 plus alpha square പുറത്തേക്ക് എടുക്കുക, ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. ബേസിക്കലി ട്വൈസ് ഓഫ് 1 plus alpha square into divided by 1 plus alpha square whole square into integral 0 to pi by 2 6 square x dx divided by tan square x plus 1 minus alpha square by 1 plus alpha square whole square. ഇനി tan xന് t കൊടുക്കുക. tan xന് t കൊടുത്താൽ എന്താ വരിക? tan xന് t കൊടുക്കുക. tan xന് t കൊടുത്താൽ എന്താ കിട്ടുക? 2 into 1 plus alpha square divided by 1 plus alpha square square into integral of dt by t square plus 1 minus alpha square by 1 plus alpha square whole square. 0 to tan x ആണ് t കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ tan x equals t ആണ്. അപ്പോൾ tan x t ആകുമ്പോൾ x 0 ആകുമ്പോൾ tan t 0 ആവും. x pi by 2 ആകുമ്പോൾ t infinity ആവും. But this becomes twice of 1 plus t alpha square divided by 1 plus alpha square whole square into 1 by a tan inverse x by a. 1 by a tan inverse x by t by a. t by a. അപ്പോൾ 1 plus alpha by 1 minus alpha. 0 to infinity. അപ്പോൾ ഇത് വെട്ടിപ്പോയാൽ എന്താ കിട്ടുക? 1 plus alpha square, ഈ 1 plus alpha square ഇതും വെട്ടിപ്പോവും. ഈ 1 plus alpha square ഇതായിട്ട് വെട്ടിപ്പോവും. അപ്പോൾ 2 by 1 minus alpha square ഉണ്ടാവും. ഒരു tan inverse ഇൻഫിനിറ്റി പറയുമ്പോൾ pi by 4 വരും, pi by 2 വരും. മൈനസ് tan inverse 0 ഉണ്ടാവില്ല. 2 വെട്ടിപ്പോവും. ആൻസർ ഇസ് pi by 1 minus alpha square. അപ്പോൾ ഇതാണ് ആൻസർ. pi by 1 minus alpha square ആണ് ആൻസർ. pi by 1 minus alpha square. ഓപ്ഷൻ 1. അത് സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും അത് ആദ്യത്തെ റൗണ്ടിൽ ചെയ്യരുത് കേട്ടോ. റൈറ്റ്. അടുത്ത നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ tan inverse x plus tan inverse 2x is equal to pi by 4. നിങ്ങൾക്കറിയാലോ tan inverse x, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. tan inverse x plus tan inverse y എന്താ? tan inverse ഈ ഫോമിൽ അറിയാം. tan inverse x plus tan inverse y യുടെ ഫോമിൽ എന്താ? tan inverse x minus y x plus y by 1 minus xy. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ xy ലെസ് ദാൻ 1 ആണ്. xy ഷുഡ് ബി ലെസ് ദാൻ 1. xy ഒന്നിനേക്കാൾ കുറവാണ് അല്ലേ? ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഇല്ല, പക്ഷെ എന്നാലും ഇത് ചോദിക്കാം, ഇത് സിലബസിലുള്ള ചോദ്യമാണ്. അപ്പോൾ ദിസ് ഇസ് tan inverse x plus 2x ഡിവൈഡഡ് ബൈ 1 minus 2x square. ഇത് pi by 4 ആണ്. അപ്പോൾ 3x ഡിവൈഡഡ് ബൈ 1 minus 2x square tan inverse pi by 4 ആണ്, 1 ആണ് അല്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. എന്താ? 1 minus 2x square is equal to 3x equals 1 minus 2x square or 2x square. 2x square plus 3x minus 1 is equal to 0. Xന്റെ വാല്യൂ കാണാം. -3 plus or minus root of b square minus 4 into 2 into minus 1 divided by 2a. അപ്പോൾ xന്റെ വാല്യൂ എന്താ കിട്ടുക? -3 plus or minus 4 to 8, 17. root 17 by 4 വരും. root 17 by 4 ആണ്. ഓക്കെ. അപ്പം xy ഒന്നിനേക്കാൾ അപ്പോൾ എക്സും 2x കൂടി കൂട്ടിയാൽ ഒന്നിനേക്കാൾ കുറവാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ എക്സും 2x കൂടി കൂട്ടിയാൽ ഒന്നിനേക്കാൾ കുറവാണ്. അപ്പം 2x സ്ക്വയർ ഒന്നിനേക്കാൾ കുറവാണ്. അപ്പോൾ x സ്ക്വയർ ഹാഫിനേക്കാൾ കുറവാണ്. അപ്പോൾ എക്സ് എവിടെ കിടക്കണം? -1 by root 2ൻ്റെയും +1 by root 2ൻ്റെയും ഇടയിൽ കിടന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ, ഈ ഫോർമുല വർക്ക് ചെയ്യൂ അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയാണ്?
minus 3 plus or minus root 17 by 4. രണ്ട് വാല്യൂസ് ഉണ്ട് ഇപ്പോൾ എക്സിന്. നോക്കൂ, യു ഹാവ് ടു വാല്യൂസ് അല്ലേ? എക്സിൻ്റെ വാല്യൂ എന്താ? minus 3 plus root 17 by 4ഉം minus 3 minus root 17 by 4ഉമാണ്. അപ്പോൾ എന്തായാലും -3 minus root 17 by 4 എടുക്കാൻ പാടില്ല. കാരണം -1/√നും 1/√ൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് പോസിബിൾ അല്ല. -3 plus root 17 by 4 എന്താ വാല്യൂ വരിക? root 17 വന്നാൽ എന്താ? 4 point something ആണ്. അപ്പം -3 plus 4 point something വന്നാൽ -3 plus 1 point something. 1 point something by 4 എന്തായാലും -1/√നും 1/√ൻ്റെ ഇടയിലാണ്. 1.4 something by 4 ആണ്. അപ്പോൾ എന്തായാലും 1/√നും 1/√ൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഇറ്റ്സ് ഓൺലി വൺ സൊല്യൂഷൻ. ഓപ്ഷൻ 2 is ആൻസർ. അപ്പോൾ അത് സിമ്പിൾ ചോദ്യമായിരുന്നു. ഇതെന്താ? 20th term ഫ്രം ദ എൻഡ് ഓഫ് ദ പ്രോഗ്രഷൻ. 20th term ഫ്രം ദ എൻഡ് എന്ന് പറഞ്ഞു. അപ്പം വലത്ത് ഭാഗത്തും കിട്ടും. അപ്പോൾ എന്താ? തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ നോക്കൂ, ഈ പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം 20 ആണ്. കോമൺ ഡിഫറൻസ് -3/4 ആണ് അല്ലേ? കോമൺ ഡിഫറൻസ് -3/4 ആണ്. അപ്പോൾ അത് തിരിച്ചിടുമ്പോൾ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ആദ്യ ടേം തന്നെ -129/4 1/4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താ? -129/1/4 പ്ലസ് 3/4 എക്സെട്ര 20th ടേം കാണണം. അപ്പോൾ 20th ടേം എന്താ? a plus 19d ആണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ചോദ്യം. a plus 19d. a പറഞ്ഞാൽ എന്താ? -129 1/4 പ്ലസ് 19d. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം -3/4 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കോമൺ ഡിഫറൻസ് 3/4 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ 129 1/4 പറഞ്ഞാൽ 129 into 4 എത്രയാ? 9 4 36 3 4 2s 8ഉം 3യും 11 carry 1 516 ആണോ? 36 carry 3 4 2s 8ഉം 3യും 11 carry 1 500. അപ്പോൾ -516/4 പ്ലസ് 9 into 3/4 57 അല്ലേ? 57/4. അപ്പോൾ 516 57 കുറയ്ക്കുക. 57 കുറച്ച് എത്ര ഇടാം? 9 ആണോ? 9 0 5 499 129 അല്ല പ്ലസ് 1 ആകുമ്പോൾ 517 ആണ്. സോറി 517 ഉണ്ടാവും. പ്ലസ് 1 ഇല്ലേ? അപ്പോൾ അത് 517 ആണ്. അപ്പോൾ 517 57 കുറയ്ക്കണം. 517 57 കുറച്ച് എത്ര കിട്ടാം? സിമ്പിൾ ചോദ്യമാണ്. 517 57 കുറച്ചാൽ 0 6 4 460 ബൈ അല്ലേ? 7 460. അപ്പോൾ ഇറ്റ് ഇസ് 460 -460/4 എത്ര കിട്ടുക? -1 0 4 1s for 20 5 4s 20 1 ശരി 1 115. ഓപ്ഷൻ 2 is ആൻസർ. ഇത് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. ജെഇ മെയിൻസ് എഴുതിയവർ എന്തായാലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. റൈറ്റ്. ഈ ദിവസം ഇത് ഇൻ്റഗ്രേഷനിലെ ചോദ്യമാണ്. വാട്ട് ഇസ് എ ഇസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ 0 <y മിനിമം ഓഫ് 2x, 6x - x², ഫൈൻഡ് 12x. ഇത് ഗ്രാഫ് വരയ്ക്കാൻ അറിഞ്ഞാൽ കഴിഞ്ഞു പണി. എന്താ ഈ 0 <y മിനിമം ഓഫ് ദാറ്റ് മിനിമം ഓഫ് 2x? അത് ആ ഗ്രാഫ് വരയ്ക്കാനാണ് ഇമ്പോർട്ടൻറ്റ്. മിനിമം ഓഫ് 2x, 6x - x² ആ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം y ആക്സിസ് x ആക്സിസ് വരയ്ക്കുക. y ആക്സിസ് x ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് 2xഉം 6x - x² വരയ്ക്കുക. 6x - x² ഗ്രാഫ് ഏകദേശം പാരബോള ഇങ്ങനെയാണ്. പാരബോളയാണ് ഫേസ്ഡ് അപ്പ് ഡൗൺവേർഡ്സ് അല്ലെ? ഇങ്ങനെയാണ് പാരബോള ഉണ്ടാവുക. ഫേസ് ഡൗൺവേർഡ്സ് ആയിരിക്കും. 0ഉം 6ഉം ആണ്. ഈ പോയിന്റ് 0 ആയിരിക്കും. 6 കൂടിയാണ് ക്രോസ് ചെയ്യുക. കാരണം 6 - x² ഗ്രാഫ് x² ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിട്ട് താഴേക്കായിരിക്കും. ഇനി 2x വന്നാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. 2x വന്നാൽ ഒറിജിൻ കൂടി പാസ് ചെയ്യുന്ന ഒരു വരയാണ്. ഇങ്ങനെയാണ്. ഡ്രോട്ട് സ്കെയിൽ എന്നാൽ ഞാൻ വെറുതെ വരച്ചാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് കട്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് നോക്കാം. യു ജസ്റ്റ് ഫൈൻഡ് എ പോയിന്റ് വെർ ഇറ്റ് കട്ട്സ്. അപ്പോൾ 6x - x² 2x ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക?
എക്സ് സ്ക്വയർ 4x ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവാം 4 ആവാം. അപ്പോൾ ഈ പോയിന്റ് 4 ആണ്. 4 ആണ്. അപ്പോൾ ചോദിച്ചത് y പോസിറ്റീവ് ആവണം, y ഇതിൻ്റെ മിനിമത്തിനേക്കാൾ താഴെ ആവണം. ഇതിൻ്റെ മിനിമം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് മിനിമം. പിന്നെ ഇതിന് മിനിമം ഇതാണ്. അപ്പോൾ y അതിനേക്കാൾ താഴെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോസിറ്റീവ് ആവണമെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ദിസ് ഇസ് എ ഷെയ്ഡ്, റൈറ്റ്? അപ്പോൾ ഈ ചിത്രം വരയ്ക്കുക, ഈ ഷെയ്ഡ് മാർക്ക് ചെയ്താൽ കഴിഞ്ഞു പറയും. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ ഷെയ്ഡ് മാർക്ക് ചെയ്യുക. ദിസ് ഇസ് എ ലോവർ പോർഷൻ. ലോവർ പോർഷൻ മാത്രം മാർക്ക് ചെയ്യുക. ദിസ് ഇസ് എ ലോവർ പോർഷൻ. ലോവർ പോർഷൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? പിന്നെ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ദിസ് ഇസ് എ മിനിമം. അപ്പം ഞാൻ ബാക്കിയുള്ളത് കളയാം, ബാക്കിയുള്ളത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഏരിയ. അപ്പം നമ്മളെ ഏരിയ എന്താ? ഇതാണ് നമ്മളുടെ ഏരിയ. ദിസ് ഇസ് ഏരിയ, റൈറ്റ്? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇതാണ് ക്യാപിറ്റൽ എ. അപ്പോൾ ഇത് സ്മോൾ എയും ഇത് സ്മോൾ ബിയും ആണെങ്കിൽ ക്യാപിറ്റൽ എ പറഞ്ഞാൽ സ്മോൾ എ പ്ലസ് സ്മോൾ ബി ആണ്. ഈ സ്മോൾ എ ട്രയാങ്കിൾ ആണ്. നോക്കൂ, ഇത് ഈ ലെങ്ത് 4 ആണ്, ഈ ലെങ്ത് 4 ആണ്. ഇത് 2x ആണ്. അപ്പോൾ 2x ആയതുകൊണ്ട് ഈ ലെങ്ത് എന്തായിരിക്കും? 8 ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? 1/2 × 4 × 8 ആണ്. ഇനി ബി പറയുന്ന ആ കേർവിൻ്റെ ഏരിയ, ഈ ഭാഗത്തെ ഏരിയ. അപ്പോൾ എന്തായിരിക്കും? ഇൻ്റഗ്രൽ 4 to 6. ആ കേർവിൻ്റെ പേരെന്താ? 6x - x². ഇതാണ് ക്യാപിറ്റൽ. എളുപ്പമല്ലേ ചെയ്യാൻ? അപ്പോൾ ക്യാപിറ്റൽ എന്ന് വേഗം കാണും. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എത്ര കിട്ടാം? 4 2 8, 2 വരുമ്പോൾ 16 വരും. 16 പ്ലസ് 6x²/2, അപ്പോൾ 3x² മൈനസ് x³ 3 അല്ലേ? x³ 6 to 4 to 6 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എത്ര വരിക വാല്യൂ? Therefore, the answer will be A is equal to 16 plus 3 into 6² minus 4², but 36 minus 16 minus 1/3 into 6³ minus 4³. That's all. But 16 into 16 plus 3 into 20 അല്ലേ? 20. അപ്പോൾ 3 into 20 പറഞ്ഞാൽ 60 മൈനസ് 1/3 ഇൻറ്റു 216 64 കുറച്ച് എത്ര കിട്ടാം? 2 0 അല്ല 5 152 ആണോ? 8 152. 152 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 152/3 തന്നെ വരിക. അപ്പോൾ 76 മൈനസ് 152/3. അപ്പോൾ 76 ഇൻറ്റു 3 എത്രയാണ്? 22 അല്ലേ? അപ്പോൾ 228 152 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 6 7 അല്ലേ? 76 ആണോ? 76/3 അല്ലേ? 152 76 ഇൻറ്റു 76 228 60 122 228 152 കുറയ്ക്കുക. 228 152 കുറച്ച് 6 അതെ 76. ആൻസർ ഇസ് 76/3. അപ്പോൾ എയുടെ വാല്യൂ 76/3 ആണ്. അപ്പം 3a എന്തായിരിക്കും? അല്ല എന്താ ചോദ്യം? 12a ആണ്. അപ്പോൾ 12a ഇസ് ഈക്വൽ ടു 76/3 ഇൻറ്റു 12. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 4 24 32 7 4 28 2 29 294 ആൻസർ. ഓക്കെ, അവസാനത്തെ കാൽക്കുലേഷൻ്റെ നിവൃത്തിയില്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നു, എന്തായാലും വരും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അത് വരും ചെയ്തു. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഈ
ഇതിപ്പം 2023 ആൽഫ എൻ ആൻഡ് 2024 ബീറ്റ പവർ എൻ ആവണമെന്നില്ല. ഇപ്പം എസ് എൻ്റെ വാല്യൂ ഇങ്ങനെ വെച്ചോളൂ. എസ് എൻ്റെ വാല്യൂ ആൽഫ പവർ എൻ, അതായത് ഇങ്ങനെയാണ് സംഭവം. ക്യാപിറ്റൽ എ ആൽഫ പവർ എൻ പ്ലസ് ക്യാപിറ്റൽ ബി ബീറ്റ പവർ എൻ ആണെങ്കിൽ എസ് എൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 = 0ൻ്റെ റൂട്ട്സ് ഇതാണെങ്കിൽ കൺസെപ്റ്റ് ഇതാണ്. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി = 0ൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റയാണ്. എസ് എൻ്റെ വാല്യൂ എ ക്യാപിറ്റൽ എ ആൽഫ റേസ് ടു എൻ പ്ലസ് ബി ക്യാപിറ്റൽ ബി ബീറ്റ റേസ് ടു എൻ ആണെങ്കിൽ എസ് എൻ പ്ലസ് 1 എ എസ് എൻ പ്ലസ് 1 പ്ലസ് ബി എസ് എൻ പ്ലസ് സി എസ് എൻ മൈനസ് 1 ഇത് വാല്യൂ 0 ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഒന്ന് ഓർപ്പിക്കാം. എന്താ റിസൾട്ട്? ഇഫ് ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി = 0 and Sn equals A alpha power n plus beta power n, then A Sn plus 1 plus B Sn plus C Sn minus 1 = 0. ഇതൊരു ഡെറിവേഷൻ ഇപ്പോൾ പറയാൻ സമയമില്ല. ഞാൻ നിർബന്ധമാണെങ്കിൽ നമുക്ക് എന്താണ് വേറെ ഏതെങ്കിലും സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? Sn ഇത്രയേ ഉള്ളൂ. എസ് എൻ ഇതിപ്പോൾ 2023ക്കും 2024നും ഒന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ. എസ് എൻ പ്ലസ് മൈനസ് എസ് എൻ പ്ലസ് 1 മൈനസ് എസ് എൻ മൈനസ് എസ് എൻ മൈനസ് 1 ദ വാല്യൂ വിൽ ബി 0. അതിൻ്റെ അർത്ഥം എന്താ? എസ് എൻ പ്ലസ് 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? എസ് എൻ പ്ലസ് എസ് എൻ മൈനസ് 1 ആയിരിക്കും. ഇത് വർക്ക് ചെയ്യുന്ന ചോയ്സ് നോക്കാം. S12 = S11 പ്ലസ് S10. ഇത് ശരിയാണ്. ബാക്കിയൊന്നും ശരിയല്ല. കുറഞ്ഞു വരിക വേണ്ടത്. ഇതാണ് ഫോർമുല. Sn പ്ലസ് 1 = Sn പ്ലസ് Sn മൈനസ് 1. ഇത് ഷുവർ ആയിട്ടുള്ള വരും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. വരും ചെയ്തു. സിമ്പിളാണ്. ആ ഐഡിയ അറിയെങ്കിൽ സിമ്പിളാണ്, അല്ലെങ്കിൽ സിമ്പിൾ അല്ല. ഓക്കെ. If the circle x minus alpha square plus y minus beta whole square = 50 and the line x plus y = 0 intersect only at one point. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ സർക്കിളിനെ വരയ്ക്കാം. ദിസ് ഇസ് ദ സർക്കിൾ. ഇതാണ് ലൈൻ. ഈ ലൈൻ y = -x 135 ഡിഗ്രി ചെരിച്ചിട്ടുള്ള വരെയാണ്. ഒറിജിൻ കൂടി പാസ് ചെയ്യുന്ന വരെ. അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒറിജിൻ ഉണ്ടാവും. എവിടെയാണ് ഒറിജിൻ നമുക്കറിയില്ല. ഇതാണ് ഒറിജിൻ വെച്ചോളൂ. ഇതാണ് ആൽഫ ബീറ്റ, സെൻറ്റർ ആണ്. നമുക്ക് ഇത് റേഡിയസ് ആണ്. ഇത് റേഡിയസാണ്. റേഡിയസ് √50 ആണ്. ഈ പോയിന്റ് ആണ് പി. ഈ പിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് എന്ത്? 4√2. ചോദ്യം, ഇതിന്റെ ഈ ലെങ്ത് അല്ലെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഈ ലെങ്ത് എന്താ? √α² പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിൽ പൈത്തഗോറസ് ആണ്. ഈ ട്രയാങ്കിൾ പൈത്തഗോറസ് ആണ് വർക്ക് ചെയ്യും അല്ലേ? പൈത്തഗോറസ് എന്താ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ ഇതിൽ ബി സ്ക്വയർ എന്താ? വാട്ട് ഇസ് ആൽഫ സ്ക്വയർ? അപ്പോൾ ഫ്രം ദാറ്റ് ട്രയാങ്കിൾ √α² പ്ലസ് ബീറ്റ സ്ക്വയർ = √50 സ്ക്വയർ. സ്ക്വയർ ചെയ്യുക. സ്ക്വയർ √50 സ്ക്വയർ പ്ലസ് 4√2 സ്ക്വയർ. അത്രയേ ഉള്ളൂ. ആൻസർ ഇസ് α² പ്ലസ് ബീറ്റ സ്ക്വയർ = 50 പ്ലസ് 32 അല്ലേ? 82. അപ്പോൾ ആൻസർ ഇസ് 2. അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ ഒരു പ്രശ്നമുണ്ട്. വളരെ സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ ടു ഡ്രോ ദ ഗ്രാഫ് വൃത്തിയായിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് പൈത്തഗോറസ് ആണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിലൊരു ടെക്നിക്ക് ഉണ്ട്. കുറച്ച് തല ഉപയോഗിക്കണം. പക്ഷേ സിമ്പിളാണ്. Two finite sets A and B have mn and elements respectively. A subset A is 56 more than that of, if the subset of total subsets are, if total subsets of A is 56 more than that of B. അപ്പോൾ A എന്നുള്ള സെറ്റിൽ m എലമെന്റ്സ് ആണ്. അപ്പം 2m എലമെന്റ്സ് ഉണ്ടാവും. ബിയിൽ 2n സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പം 2m മൈനസ് 2n ആണ് 56 അല്ലേ? 2m എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ് പവർ സെറ്റ് 2m ആണ്. അപ്പോൾ 2m മൈനസ് 2n 56. അപ്പോൾ m എന്താ?
നമുക്ക് കാര്യം ചെയ്യാം. 2ന്റെ പവേഴ്സ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വരും? 2 സ്ക്വയർ 4 ആണ്, 2 ക്യൂബ് 8 ആണ്, 2 raised to 4 16 ആണ്, 2 raised to 5 പറയുന്നത് 32 ആണ്, 2 raised to 6 പറഞ്ഞാൽ 64 ആണ്. 64-ന് 8 പോയാൽ 56 അല്ലേ? അപ്പോൾ 2 raised to 6 മൈനസ് 2 raised to 3 ആണ് 56. ശരിയല്ലേ? 64-ന് 8 പോയാൽ 56 ആണ്. അപ്പം എമ്മിൻ്റെ വാല്യൂ 6ഉം എന്നിൻ്റെ വാല്യൂ 3ഉം ആണ്. അപ്പം എം എൻ എന്താ? 6ഉം 3ഉം ആണ്. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എം എൻ ആൻഡ് ബി എസ് എന്താ? സിമ്പിളാ നോക്കൂ. ഇത് തമ്മിലുള്ള ദൂരം കാണാൻ മതി. അപ്പോൾ വാട്ട് ഇസ് എ ബി ഡിസ്റ്റൻസ് ഫോമിൽ എഴുതാൻ മതി. റൂട്ട് ഓഫ് 6 മൈനസ് 2 ഹോൾ സ്ക്വയർ ഇത് 64 പ്ലസ് 3 മൈനസ് 3 6 പ്ലസ് 2 എത്ര? 8 64 3 പ്ലസ് 3 6 36. അപ്പോൾ ആൻസർ ഇസ് 10. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ഇത് ഇൻ്റഗ്രേഷൻ എപ്പോഴും ടഫായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. പക്ഷേ ഇൻ്റഗ്രേഷൻ പഠിച്ചാൽ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല ഈ ക്വസ്റ്റ്യൻ. integral of x raised to 8 minus x square by x square etc. ഇതിപ്പോൾ tan inverse x cube plus 1 by അതിൻ്റെ മുകളിലാണ് പിടുത്തം തോന്നും. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മുകളിലും താഴെയും നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് എൻ്റെ പിടുത്തം ആദ്യം പറയാം. എക്സ് ക്യൂബ് പ്ലസ് 1 by x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അത് 3x സ്ക്വയർ മൈനസ് 3 by x raised to 4 ആണ്. അപ്പം ഞാനിവിടെ എക്സ് ക്യൂബ് കൊണ്ട് എക്സ് റേസ് ടു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മുകളിലും എക്സ് റേസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ എക്സ് റേസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 by x raised to 4 divided by x raised to 6 plus 1 by x raised to 6 plus 3 into tan inverse x cube plus 1 by x cube dx. കഴിഞ്ഞു. That's all. ഇനി നോക്കൂ, ഇത് ആക്ച്വലി എക്സ് ക്യൂബ് പ്ലസ് 1 by x cube. What is alpha? What is x alpha square plus beta square? Alpha plus beta whole square minus 2 alpha beta അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് എക്സ് ക്യൂബ് പ്ലസ് ഇതിന് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 by x raised to 4 dx divided by x cube plus 1 by x cube square minus 2 plus 3. അപ്പോൾ എന്താ? പ്ലസ് 1 വരും ഇൻറ്റു ടാൻ ഇൻവേഴ്സ് അല്ലേ? എക്സ് ക്യൂബ് പ്ലസ് 1 by x cube സ്ക്വയർ എന്താ? എക്സ് റേസ് ടു 6 പ്ലസ് 1 by x റേസ് ടു 6 മൈനസ് 2 ആണ്. അപ്പോൾ മൈനസ് 2 പ്ലസ് 3 ആകുമ്പോൾ പ്ലസ് 1 വരും. ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് 1 by x cube. അത്രയേ ഉള്ളൂ. ഇനി എക്സ് ക്യൂബ് പ്ലസ് 1 by x ക്യൂബിന് ടി കൊടുത്താൽ കഴിഞ്ഞു. എക്സ് ക്യൂബ് പ്ലസ് 1 by x ക്യൂബിന് ടി കൊടുക്കാം. എക്സ് ക്യൂബ് പ്ലസ് 1 by x ക്യൂബിന് ടി കൊടുത്താൽ എന്താ കിട്ടുക? ഇറ്റ് ഇസ് 3x സ്ക്വയർ മൈനസ് 3 by x raised to 4 dx is equal to dt. അപ്പോൾ ഇതെന്താവും? 1/3 integral dt by t square plus 1 tan inverse t. Right? അപ്പോൾ tan inverse tയുടെ ഡെറിവേറ്റീവ് ആണ് 1/1 plus t square. അപ്പോൾ ഇതെന്താണ്? 1/3 ln tan inverse t plus c mod. അപ്പോൾ 1/3 ln mod tan. ആൻസർ ഇസ് 3. അപ്പോൾ ഓപ്ഷൻ 3 ആണ്. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ യു മസ്റ്റ് നോ ടു ഡീൽ വിത്ത് ഇൻ്റഗ്രേഷൻ. കുറച്ച് ഇൻ്റഗ്രേഷൻ്റെ ഐഡിയാസ് അറിയണം. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ സാധാരണ പോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആസ് യൂഷ്വൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു സിമ്പിൾ ചോദ്യം വന്നു. ഇഫ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 15 ഒബ്സർവേഷൻസ് ആർ 12 ആൻഡ് ദിസ്. അപ്പോൾ ഇത് എക്സ് ബാർ ആണ്, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അപ്പോൾ സിഗ്മയാണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്താ? സിഗ്മ സ്ക്വയർ 9 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നാൽ ഉടനെ സ്ക്വയർ ഇടുക. വേരിയൻസ് ഇസ് 9. ബട്ട് ദ എറർ ഈസ് ഫൗണ്ട് ദാറ്റ് 10 ഇസ് റിട്ടൺ ഇൻ ദ പ്ലേസ് ഓഫ് 12. അപ്പോൾ 10 ഇസ് റിട്ടൺ ഇൻ ദ പ്ലേസ് ഓഫ് 12. അപ്പോൾ 12ന് പകരം ഇട്ടിരുന്നെങ്കിൽ എന്താവും? മീൻ മാറും, മീനും മാറും, വേരിയൻസ് മാറും. അപ്പം സിഗ്മ എക്സ് ഐ സ്ക്വയർ, അപ്പം എക്സ് ഐ സ്ക്വയർ അതായത്
എക്സ് ബാർ ന്യൂ എന്തായിരിക്കും? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ ആണ്. ഒരാളെ മാറ്റിയിട്ട് ഒരാളെ വെക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പഴയ മീൻ നോക്കൂ, പഴയ മീൻ സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 15 ഒബ്സർവേഷൻസാണ്. അപ്പോൾ സിഗ്മ എക്സ് ഐ ബൈ എൻ, സിഗ്മ എക്സ് ഐ ബൈ 15 ആണ് 12. അപ്പോൾ സിഗ്മ എക്സ് ഐ എന്താ? 12 × 15 ആണ്. അപ്പോൾ വാട്ട് ഇസ് ന്യൂ മീൻ? 12 × 15 എന്ന് ആരെ ഒഴിവാക്കണം? എറർ ഇസ് ഫൗണ്ട് ദാറ്റ് 10 വാസ് റിട്ടൺ ഇൻ ദ പ്ലേസ് ഓഫ് 12. 12 ആയിരുന്നു വേണ്ടിയിരുന്നത്, 10 ആണ് ഇട്ടത്. അപ്പോൾ 10 കുറച്ചിട്ട് 12 കൂട്ടണം, എന്നിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് ന്യൂ മീൻ, റൈറ്റ്? ഇതാണ് ന്യൂ മീൻ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 അപ്പോൾ 12 × 15 പ്ലസ് 2 ചെയ്താൽ മതി. 12 × 15 പ്ലസ് 2, 12 × 15 എത്രയാണ്? 12, 15, 5 2 10 carry 1, 6, 12, 180, 182. 182/15 ആണ് പുതിയ മീൻ, അല്ലേ? 182/15 ഭംഗിയിലല്ല, കുഴപ്പമില്ല, അവിടെ തന്നെ വെച്ചോളൂ, വൃത്തിയിലാക്കണ്ട. ഇനി വാട്ട് ഇസ് ദ ന്യൂ വേരിയൻസ്? നമുക്ക് പഴയ വേരിയൻസ് അറിയാം, അല്ലേ? പഴയ വേരിയൻസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. അപ്പം 9 ആണ്. 9 എന്താണ്? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ 15 മൈനസ് പഴയ മീൻ. പഴയ മീൻ എത്രയാണ്? 12 ആണ്. 12 സ്ക്വയർ ആണ്. അപ്പം അതിൽ നിന്ന് എന്താ കിട്ടുക? ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ എക്സ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 9 153. 153 × 15 ആണ് സിഗ്മ എക്സ് ഐ സ്ക്വയർ. അപ്പോൾ വാട്ട് ഇസ് ന്യൂ വേരിയൻസ്? ഇപ്പം ന്യൂ വേരിയൻസ്, കറക്റ്റ് വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ വെച്ചോളൂ. അപ്പോൾ ഇത് സിഗ്മ സ്ക്വയർ എഴുതണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ന്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ? 153 × 15, 15 നിന്ന് ആരെ കുറയ്ക്കണം? 10 സ്ക്വയർ കുറയ്ക്കണം. ആരെ വെക്കണം? 12 സ്ക്വയർ വെക്കണം. എന്നിട്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് പുതിയ മീൻ സ്ക്വയർ. പുതിയ മീൻ സ്ക്വയർ എത്രയാണ്? 182/15 സ്ക്വയർ. ഇതാണ് പുതിയ വേരിയൻസ്, റൈറ്റ്? അപ്പോൾ 15 × മ്യൂ പ്ലസ് കറക്റ്റ് മീൻ മ്യൂ ആണ്, കറക്റ്റ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് മ്യൂ പ്ലസ് മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ? അപ്പോൾ കാൽക്കുലേഷനിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ വാട്ട് ഇസ് 15 × മ്യൂ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? വാട്ട് ഇസ് ആൻസർ? നോക്കാം, ആൻസർ എന്താ നോക്കാം. ആൻസർ വിൽ ബി 15 × this is equal to എന്തായിരിക്കും? This is equal to 15 × മ്യൂ. മ്യൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മീനാണ്. കറക്റ്റ് മീൻ എത്രയാ? 182/15 പ്ലസ് മ്യൂ സ്ക്വയർ, അത് വീണ്ടും സ്ക്വയർ ചെയ്യേ ഡമ്മി, 182 സ്ക്വയർ ബൈ 15 സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ പറഞ്ഞാൽ ഇത് മൊത്തം എഴുതണം, അല്ലേ? ഇത് മൊത്തം എഴുതണം. അപ്പം ഈ സാധനം മൊത്തം എഴുതണം. അപ്പം അത് ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ തന്നതാ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി തരാം, അതാണ് നല്ലത്. അപ്പം ഇതിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതാണേ. അപ്പം 15 × മ്യൂ. മ്യൂ പറഞ്ഞാൽ പുതിയ മീനാണ്, 182/15 പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 182 സ്ക്വയർ ബൈ 15 സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്യണ്ട, കാരണം അത് മറ്റേതിലുണ്ടല്ലോ, കട്ടായി പോകും. പ്ലസ് സിഗ്മ സ്ക്വയർ എത്രയാ? 153 × 15 മൈനസ് 10 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 144 100 കുറച്ചാൽ 44/12 15.
അല്ലേ? 15 മൈനസ് 182/15 സ്ക്വയർ. കണ്ടു, ഇത് വെട്ടിപ്പോലെ. But that's it. അപ്പോൾ ആൻസർ ഇസ്, അപ്പോൾ 15 വെട്ടിപ്പോവും. വാട്ട് ഈസ് ദ വാല്യൂ? 183 182 ഉണ്ടാവും, പ്ലസ് ഇത് രണ്ടും കൂടി കൂട്ടുക. 153 15 153 15 44 153 15 5 is 15 carry 1 5 5 25 1 26 carry 2 7 153 5 9 12 ബാക്കി 1 200 എന്നിട്ട് 44 കൂടി കൂട്ടാം. അപ്പം 44 കൂട്ടുമ്പം 9 13 ബാക്കി 1 3 2 2339. അതുകൊണ്ട് കൂട്ടിക്കോളും. 182 കൂടി കൂട്ടാം. അപ്പോൾ 1 ബാക്കി 1 12 ബാക്കി 1 5 2. ആൻസർ ഇസ് 2521. സിമ്പിളാണ് ആ ചോദ്യം, പക്ഷെ കാൽക്കുലേഷൻ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം, അല്ലേ? സിമ്പിളാണ്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ചോദ്യം ചെയ്യാം. ഇത് ഹോമോജിനസ് ആണെന്ന് തോന്നും, ഹോമോജിനസ് അല്ല. ഇറ്റ് റെഡ്യൂസിബിൾ ടു ഹോമോജിനസ് ആണ്. അപ്പം അങ്ങനെയാണ് ഏറ്റവും നല്ലത്. ഈ എക്സിന് പകരം x+1 വയ്ക്കാം, അല്ല x-1 വയ്ക്കാം. വൈക്ക് പകരം y-1 വയ്ക്കാം. അപ്പോൾ ഇതെന്താവും? അപ്പോൾ dx ആവും. dx will be dx itself and dy will be dy itself. But this becomes dy by dx is equal to എന്താവും? x മൈനസ്, അല്ല സ്മോൾ x ഇങ്ങനെ വയ്ക്കണ്ട കേട്ടോ. x is equal to x-1, y is equal to y-1. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് നമുക്ക് x-1 പ്ലസ് y-1 എഴുതാം. താഴെയോ x-1 പ്ലസ് y-1 എഴുതാം. മൈനസ് x-1 മൈനസ് y-1 x-y അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്താവും? x+y. അപ്പോൾ x-1 പകരം ഞാനൊന്നും കൂടി പറയാം, കൺഫ്യൂഷൻ ആവട്ടെ. ഒരു മിനിറ്റ്, ഈ പ്രോബ്ലം ഒന്ന് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് റെഡ്യൂസിബിൾ ടു ഹോമോജിനസ് ആണ്. റെഡ്യൂസിബിൾ ടു ഹോമോജിനസ്. ഹോമോജിനസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? dy/dx ഈക്വൽസ് f(x y)/phi(xy). സെയിം ഡിഗ്രി ആവണം, മുകളിലും താഴെയും ഹോമോജിനസ് ഓഫ് സെയിം ഡിഗ്രി ആവണം. അപ്പം ഞാനിവിടെ എക്സ് ഇതിങ്ങനെ എഴുതി, x-1 പ്ലസ് y-1 എഴുതാം. താഴെ x-1 മൈനസ് y-1 എഴുതാം. ഇനി x-1 പകരം ക്യാപിറ്റൽ എക്സ് വയ്ക്കാം, y-1 പകരം ക്യാപിറ്റൽ വൈ വയ്ക്കാം. അപ്പം dx തന്നെയാണ്. സ്മോൾ dx is d capital X, d small y is d capital Y. അപ്പോൾ ഇതെന്താവും? dy by dx is equal to x plus y divided by x minus y വരും. ഇത് ഹോമോജിനസ് ആണ് അല്ലേ? എന്താ ഹോമോജിനസിന്റെ പരിപാടി? പുട്ട് y ഈക്വൽസ് വി എക്സ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്താവും? v പ്ലസ് എക്സ് dv by dx is equal to x plus vx divided by x minus vx. x cancel ആവും. അപ്പോൾ what you get is എന്താ വരിക? v plus x dv by dx is equal to 1 plus v divided by 1 minus v. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആണ്. v അങ്ങോട്ട് എടുത്താൽ it is x dv by dx is equal to എന്താവും? 1 plus v by 1 minus v minus v. അത് സിംപ്ലിഫൈ ചെയ്താൽ 1 plus v minus v plus v square divided by 1 minus v. But this is 1 minus v
divided by 1 plus v square. ഈ v വെട്ടിപ്പോവും. dv is equal to dx by x. ക്യാപിറ്റൽ ലെറ്റർ ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ അത് 1 by 1 plus v square dv minus v by 1 plus v square dv വരും. is equal to dx by x. അപ്പോൾ ഞാനിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആണ്. ഇത് ഓക്കെ അല്ല, ഇവിടെ ഒരു 2 ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 1/2 ഇടണം, എന്നാലേ ഓക്കെ ആവുള്ളൂ. ഇവിടെ ഇൻ്റഗ്രേബിൾ ആണ്. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? ഇറ്റ് ഇസ് tan inverse v minus half ln mod 1 plus v square is equal to ln x, ln mod x plus ln c. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? വിക്ക് പകരം y ബൈ എക്സ് കൊടുക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് മൈനസ് എല്ലാറ്റിനെയും അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇസ് ഈക്വൽ ടു ലോൺ എക്സ് സി എന്താ പറയുക 1 പ്ലസ് വി സ്ക്വയർ മോഡ് റേസ് ടു ഹാഫ് അല്ലേ? എല്ലാം കൂടി ഒരുമിച്ച് ആയിക്കോട്ടെ. അപ്പോൾ 1 പ്ലസ് വി സ്ക്വയർ ആകുമ്പോൾ അത് വൃത്തിയിലായിരിക്കുള്ളൂ. ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലോൺ എക്സ് സി മോഡ് y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ് ബൈ എക്സ്. അപ്പോൾ ഈ എക്സ് ക്യാൻസൽ ആവും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇനി നമുക്ക് y ബൈ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് y മൈനസ് 1. അപ്പോൾ ദിസ് ഇസ് y മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഈക്വൽസ് ലോൺ സി മോഡ് എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് y മൈനസ് 1 സ്ക്വയർ മോഡ് റേസ് ടു ഹാഫ്. ഓക്കെ, മതി. ഇനി സി കാണാൻ എന്താ അതിന്? y0 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു ലോൺ സി എക്സ് 0 ആകുമ്പം വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 വരും അല്ലേ? 2 വരും. എക്സ് 0 ആകുമ്പം 1 ആവും, വൈയുടെ വാല്യൂ 2 ആവും. അപ്പോൾ 2 റേസ് ടു ഹാഫ്, അപ്പോൾ √2 വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് മൈനസ് 1. അപ്പോൾ സിയുടെ വാല്യൂ എന്താ? ലോൺ √2 സി ഇസ് ഈക്വൽ ടു പൈ ബൈ 4 മൈനസ് പൈ ബൈ 4. അപ്പോൾ സിയുടെ വാല്യൂ എന്താ? √2 സി ആണ് ഇ റേസ് ടു മൈനസ് പൈ ബൈ 4. അപ്പോൾ സി ഇസ് ഇ റേസ് ടു മൈനസ് പൈ ബൈ 4 ബൈ 2 ബൈ √2. ആ സി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ലോൺ ടാൻ ഇൻവേഴ്സ് y മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്താണ്? ലോൺ സിക്ക് പകരം ഇ റേസ് ടു മൈനസ് പൈ ബൈ 4 ബൈ √2 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് y മൈനസ് 1 സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ്. ഇനി y2 എന്താന്ന് ചോദ്യം. എക്സ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ? എക്സ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ? എക്സ് 2 ആകുമ്പം എന്താ വരിക? എക്സ് 2 ആകുമ്പം ഇഫ് എക്സ് ഈക്വൽസ് 2 യു ഗെറ്റ് ടാൻ ഇൻവേഴ്സ് y മൈനസ് 1. ടാൻ ഇൻവേഴ്സ് y മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്താ വരിക? ലോൺ 1 ബൈ √2. ലോൺ 1 ബൈ √2 ആകുമ്പം ഇറ്റ് ഇസ് ലോൺ ഇ റേസ് ടു മൈനസ് 5 മൈനസ് പൈ ബൈ 4 പിന്നെ പ്ലസ് ലോൺ എക്സിന് പകരം 2 ആകുമ്പം ലോൺ ഇവിടെ എക്സിന് പകരം 2 ആകുമ്പം 1 പ്ലസ് y മൈനസ് 1 സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ് ബൈ √2. ഇവിടെ 2 എന്ന് എഴുതാം. ശരിയല്ലേ? ബൈ √2 ആകുമ്പോൾ ബൈ 2 എന്ന് എഴുതാം.
അപ്പോൾ വൈയുടെ വാല്യൂ എന്താകുമ്പോഴാണ് അപ്പം ഇതിപ്പം വൈ എന്താകുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക നോക്കൂ. വൈ 0 ആകുമ്പം ഇതിൻ്റെ വാല്യൂ എത്രയാണ്? y 0 ആകുമ്പോൾ ഇത് 1 ആവും. അപ്പോൾ ഇഫ് യു പുട്ട് y is equal to 0, വെരി ഗുഡ്. y 0 കൊടുക്കുമ്പം y 0 ആകുമ്പം ഇതിൻ്റെ വാല്യൂ 0 ആയിപ്പോകും. അപ്പോൾ ഇവിടെ y 0 ആകുമ്പോൾ -5/4 ആവും. ഇത് വർക്ക് ചെയ്യുമ്പോൾ y യുടെ വാല്യൂ 0 ആവണം. അപ്പോൾ ദിസ് വർക്ക്സ് വെൻ y is equal to 0. അപ്പോൾ x 2 ആകുമ്പോൾ y യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ y of 2 is equal to 0. അടിപൊളി ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ആൻസർ ഇസ് ദിസ് ഇസ് ആൻസർ. ഓപ്ഷൻ 1 ഇസ് ആൻസർ. ഇത് കാലി ഹാമിൽട്ടൺ തിയറാണ്. നമ്മൾ കഴിഞ്ഞ ക്രാഷ് ബാച്ചിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, കൺസെപ്റ്റ് പറഞ്ഞിട്ട് എന്താണ്, എനി സ്ക്വയർ മാട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് a + λi മോഡുലസ് a - λ. ഇവിടെ ലാംഡയുടെ സ്ഥാനത്ത് x ആണെന്നേ ഉള്ളൂ. അപ്പം a പറയുന്നത് നമ്മൾ ഇങ്ങനെ എടുക്കാം. സപ്പോസ് ഇറ്റ് ഇസ് ABCD വെച്ചോളൂ. വാട്ട് ഇസ് ദ സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ് ഓഫ് a സ്ക്വയർ എന്നാ ചോദ്യം. ട്രേസ് ഓഫ് a സ്ക്വയർ ചോദിച്ചത്. അപ്പം ABCD ആണെങ്കിൽ നോക്കൂ, a - λi 0 ആണ്. a - λi 0 ആണെങ്കിൽ റൂട്ട്സ് -1ഉം അപ്പം a - λ ആയില്ല, x ആയി. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ക്വാഡ്രാറ്റിക് ഇൻ x - x + 1 ഇൻറ്റു x - 3 is equal to 0 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ അതാണ് ഉണ്ടാവുക. ഇറ്റ് വിൽ ബി എ ക്വാഡ്രാറ്റിക്. ഇപ്പോൾ ലാംഡ ആണെങ്കിൽ ലാംഡയിൽ ഒരു ക്വാഡ്രാറ്റിക് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഇസ് x + 1 ഇൻറ്റു x - 3 is equal to 0. കാരണം റൂട്ട്സ് -1ഉം 3 ആണ് തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? x² - 2x - 3 is equal to 0 ആണ്. അപ്പോൾ കാലി ഹാമിൽട്ടൺ തിയറം പ്രകാരം a² - 2a - 3i 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? a² വാല്യൂ 2a - 3i ആണ് അല്ലേ? അപ്പോൾ a² എന്തായിരിക്കും? 2a - 3i ആണ്. അപ്പോൾ 2a 2b 2c 2d ഇതിൻ്റെ റൂട്ട്സ് ആണ്. -2a 2d -i -3i എന്താ? 3003. അപ്പോൾ a² വാല്യൂ ഇതാണ്. 2a - 3 2b 2c 2d - 3 അല്ലേ? അപ്പോൾ a² സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ്, വാട്ട് ഇസ് ദ ട്രേസ് ഓഫ് a²? Trace of a² is 2a - 3 plus 2d - 3. It is 2 into a plus d minus 6. 2 into a plus d minus 6. അപ്പോൾ a plus d അറിയാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. a plus d അറിയാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പം ഡിറ്റർമിൻ്റ് ഓഫ് a എന്താ ഇവിടെ? വാട്ട് ഇസ് ഡിറ്റർമിൻ്റ് ഓഫ് a? ഇറ്റ് ഇസ് AD minus BC. AD minus BC ആണ്. a² എന്താണ്? വാട്ട് ഇസ് a²? a² is equal to ABCD into ABCD അല്ലേ? ABCD. അത് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? ഇറ്റ് ഈസ് a² plus BC. AB plus BD. AC plus DC. BC plus D². അതാണ് 2a minus 3i. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അതായത് a² 2a minus 3i ഒന്നാണ്. എന്ന് വെച്ചാൽ a² plus BC AB plus BD AC plus DC BC plus D² ഇതാണ് a². അത് 2a minus 3d ഒന്നാണ്. അപ്പം 2a minus 3
2b 2c 2d മൈനസ് സിനോട് ഈക്വൽ ആണ്. അപ്പം അതിൽ നിന്ന് എന്താ കിട്ടുക? 2c. കണ്ടോ, ഇത് രണ്ടും ഈക്വലാന്ന് പറയുമ്പോൾ എന്ത് വരും? ഇത് രണ്ടും ഈക്വലാണ്. അപ്പം എ പ്ലസ് സി, നോക്കൂ ഇതെന്താ? എ പ്ലസ് സി ഇൻറ്റു ഡി അല്ലേ 2c അല്ല, എ പ്ലസ് ഡി. ഓക്കെ, ഇത് എന്താ കിട്ടുക? എ പ്ലസ് ഡി ഇൻറ്റു സി ആണ് 2c. അപ്പോൾ എ പ്ലസ് ഡിയുടെ വാല്യൂ എന്താ? 2 ആണ്. എ പ്ലസ് ഡിയുടെ വാല്യൂ 2 ആണ്. റൈറ്റ്? എ പ്ലസ് ഡിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എ പ്ലസ് ഡിയുടെ വാല്യൂ 2 ആയതുകൊണ്ട് ഇവിടെ 2 കൊടുക്കാം. ഇവിടെ പ്ലസ് അല്ലേ? ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ എ പ്ലസ് ഡിയുടെ വാല്യൂ 2 കൊടുത്താൽ 2 ഇൻറ്റു 2 പ്ലസ് 6. അപ്പോൾ എത്ര കിട്ടുക? 10. അപ്പോൾ 10 ഇസ് ആൻസർ. അപ്പോൾ അത് കാലി ഹാമിൽട്ടൺ തിയറം അടിപൊളിയായിട്ട് ചോദിച്ചാൽ ഇത് ഉഗ്രൻ ചോദ്യം, അടിപൊളി ചോദ്യം. അതായത് എ സ്ക്വയർ എ പ്ലസ് ലാംഡ ആയി 0 ആകുമ്പോൾ അതിലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 0 ആകുമ്പം ആ ക്വാഡ്രാറ്റിക് കിട്ടും. അതിൽ എക്സിന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതാണ് അതിലെ പിടുത്തം. ആ ക്വസ്റ്റിൻ്റെ പിടുത്തം ഇവിടെയാണ്. എ സ്ക്വയർ എക്സ് ഈക്വൽസ് -1 എക്സ് ഈക്വൽസ് 3 റൂട്ടാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 0 ആവും. എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്താൽ ഇത് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്താൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ദാറ്റ്സ് ഓൾ. അടിപൊളി അടിപൊളി ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ചോദ്യം നോക്കിയാലോ? ഫോർ എക്സ് ബിലോങ്സ് ടു 0,3 ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതാണ്. എഫ് ഡബിൾ ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. എഫ് ഡബിൾ ഡാഷ് എക്സ് പോസിറ്റീവ് ആണ് എന്താ അർത്ഥം? എഫ് ഡാഷ് എക്സ് ഇൻക്രീസിങ് ആണെന്നാണ്. ഈസ് ഇൻക്രീസിങ്. G of x is increasing in alpha 3 and decreasing in 0 alpha. Find the value of alpha. Okay. About G dash x, you find the value of G dash x. And there can G dash x in the value. Thrice of f dash x by 3 into 1 by 3 plus f dash of 3 minus x into minus 1. Okay. ഇതാണ് ജി ഡാഷ് എക്സ്. അപ്പം 3 വെട്ടിപ്പോവും അല്ലേ? 3 വെട്ടിപ്പോവും. അപ്പം ജി ഡാഷ് എക്സ് 0 ആവുക എവിടെയാ? എപ്പോഴാ ജി ഡാഷ് എക്സ് 0 ആവുക? എഫ് ഡാഷ് എക്സ് ബൈ 3യും എഫ് ഡാഷ് 3 മൈനസ് എക്സും ഈക്വൽ ആവും. എഫ് ഡാഷ് എക്സ് ഇൻക്രീസിങ് ആയതുകൊണ്ട് എഫ് ഡാഷ് എക്സ് 1 1 ആണ്. അപ്പോൾ എക്സ് ബൈ 3യും 3 മൈനസ് എക്സും ഈക്വൽ ആവും. അപ്പം എക്സ് പ്ലസ് x by 3. What is x plus x by 3? 1 plus 1 by 3 is 4 by 3. അപ്പോൾ 4 by 3 x 3 ആകുമ്പോൾ അപ്പോൾ എക്സിൻ്റെ വാല്യൂ 9 by 4 ആകുമ്പോൾ, അപ്പോൾ 9 by 4 ആകുമ്പം ഡെറിവേറ്റീവ് 0 ആണ്. അതായത് ജി ഡാഷ് 9 by 4 0 ആണ്. ജി ഡാഷ് 9 by 4 0 ആണ്. പിന്നെ എഫ് ഡാഷ് എക്സ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇൻക്രീസിങ് ആണെങ്കിൽ ജി ഡാഷ് എക്സിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പം 9 by 4 ജി ഡാഷ് എക്സ് 0 ആണ്. അപ്പോൾ ഇതാണ് 9 by 4 വെച്ചോളൂ. അപ്പോൾ 0-ന്റെയും 3-ന്റെ ഇടയിലാണ് കഥ. 0-ന്റെയും 3-ന്റെ ഇടയിലാണ് കഥ. അപ്പോൾ 9 by 4 ഇപ്പുറത്ത് 9 by 4 പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് വരിക. 2 കൊടുക്കുക, ഇവിടെ ഒരു 2 കൊടുക്കുക. 2 ഇവിടെ ഉണ്ടാവുക. 0-ന്റെയും 9 by 4-ന്റെ ഇടയിലാണ്. അപ്പം ജി ഡാഷ് 2 എന്താ നോക്കുക? വാട്ട് ഇസ് ജി ഡാഷ് 2? ഇറ്റ് ഇസ് എഫ് ഡാഷ് 2 by 3 minus f dash 1. 3 minus 1 2. 3 minus 2 1. 2 by 3 ആണോ 1 ആണോ വലുത്? അപ്പം ജി ഡാഷ് എക്സ് അല്ല എഫ് ഡാഷ് എക്സ് ഇൻക്രീസിങ് ആണ്. ഇതാണ് എഫ് ഡാഷ് എക്സ്. അപ്പം ഇത് 2 by 3 ആണെങ്കിൽ ഇതാണ് 1 ഉണ്ടാവുക. ഇതാണ് എഫ് ഡാഷ് 2 by 3. ഇതാണ് എഫ് ഡാഷ് 1. അപ്പോൾ എഫ് ഡാഷ് 2 by 3 എഫ് ഡാഷ് 1 കമ്പയർ ചെയ്യുമ്പോൾ ആരാ വലുത്? എഫ് ഡാഷ് 1 ആണ് വലുത്. അപ്പം ദിസ് ഇസ് ബിഗർ. ഇത് ബിഗർ ആണ്. ദിസ് ഇസ് ബിഗ്. ദിസ് ഇസ് സ്മോൾ. അപ്പം ചെറുതെന്ന് വലുത് കുറയ്ക്കുകയാണ്. അപ്പം നെഗറ്റീവാണ്. അപ്പം ഇവിടെ ഈ ഭാഗത്ത് ജി ഡാഷ് എക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈ ഭാഗത്ത്
അതായത് ഈ ഭാഗത്ത് ജി ഡാഷ് എക്സ് നെഗറ്റീവ് ആയിരിക്കും, ഈ ഭാഗത്തോ പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ 9/4 അപ്പുറത്ത് പോസിറ്റീവും ഇപ്പുറത്ത് നെഗറ്റീവും ആയിരിക്കും. എന്ന് വെച്ചാൽ 9/4 ഇടയിൽ 9/4 3D ഇടയിൽ ജി ഓഫ് എക്സ് ഇൻക്രീസിങ് ആയിരിക്കും. 0 9/4 ഇടയിൽ ജി ഓഫ് എക്സ് ഡിക്രീസിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ 9/4 ജി ഓഫ് എക്സ് ഹാസ് ഗോട്ട് എ ലോക്കൽ മിനിമം. അതൊക്കെ തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഇൻക്രീസിങ് ഇൻ ആൽഫ 3 ആണ്. അതെ, 9/4 അപ്പുറത്ത് ഇൻക്രീസിങ് ആണ്, ഇപ്പുറത്ത് ഡിക്രീസിങ് ആണ്. അപ്പോൾ ആൻസർ ഇസ് 9/4. അപ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, എവിടേക്കാണ് ഇൻക്രീസിങ്, എവിടേക്കാണ് ഡിക്രീസിങ്, ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ ഒക്കെ ചോദിക്കാം. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ഇന്റഗ്രേഷനിൽ ഒരു ചോദ്യമാണ്. ഇന്റഗ്രേഷനിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എഫ് ഓഫ് ലെബനിറ്റ്സ് റൂൾ ഉപയോഗിക്കുന്നത്, ഇത് ലെബനിറ്റ്സ് റൂളാണ്, ഞാൻ ലെബനിറ്റ്സ് റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് എഫ് ഡാഷ് എക്സ് കാണാം. യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഡാഷ് എക്സ്. എന്താ എഫ് ഡാഷ് എക്സ്? ഇന്റഗ്രൽ 0 to x g of t ln 1 minus t by 1 plus t ആണ്. ln 1 minus t by 1 plus t ഓഡ് ഫംഗ്ഷൻ ആണ്. ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഇത് ദിസ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. എന്താ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടിക്ക് പകരം മൈനസ് ടി കൊടുത്താൽ അത് ഒന്നായിട്ട് നെഗറ്റീവ് ആവണം. അതാണ് ഓഡ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? ആ എക്സ് ഇറക്കിയിടുക, ജി ഓഫ് എക്സ് ഇൻറ്റു ലോൺ 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. എല്ലാ എക്സാമിനേഷനും ലെബനിറ്റ്സ് റൂൾ ഉപയോഗിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലെബനിറ്റ്സ് റൂൾ പഠിക്കണം. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക, ഇൻറ്റു 1 വരും, പിന്നെ 0 കൊടുക്കുക, 0ൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. ലെബനിറ്റ്സ് റൂൾ ഞാൻ പറയുന്നില്ല, ലെബനിറ്റ്സ് റൂളാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ എഫ് ഡാഷ് എക്സ് നോക്കൂ, ഇത് ഓഡ് ഫംഗ്ഷനാണ്. ഇത് ഓഡ് ഫംഗ്ഷനാണ്. ജിയും ഓഡാണ്, ഇതും ഓഡാണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻസ് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈവൻ ആണ്. എഫ് ഡാഷ് എക്സ് ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഡാണ്. അപ്പോൾ ഇത് ഓഡാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൈനസ് എ ടു എ ഓഡ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ -π/2 ടു ഓഡ് ഫംഗ്ഷൻ 0 ആയി. അപ്പോൾ ഇത് 0 പ്ലസ് ഇൻറ്റഗ്രൽ -π/2 ടു π/2 എക്സ് സ്ക്വയർ കോസ് എക്സ് ബൈ 1 പ്ലസ് ഇ പവർ എക്സ് ആയി. അപ്പോൾ ആ എഫ് ഓഫ് എക്സിൻ്റെ കഥയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാത്രം കണ്ടാൽ മതി. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടത്. അപ്പോൾ ആൻസർ ഇസ് നൗ ദ ക്വസ്റ്റ്യൻ ഇസ് ദസ് -π/2 ടു π/2 എക്സ് സ്ക്വയർ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ പവർ എക്സ്. ഇതും അതെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 പ്ലസ് ഇ പവർ എക്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പൈ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ അല്ലേ, മൈനസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ എന്ന ചോദ്യം അല്ലേ. ഓക്കെ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ. ഇനി എന്താ ചെയ്യേണ്ടത്? കിങ്സ് റൂൾ ഉപയോഗിക്കാം. ഇത് ഐ ആയിട്ട് വിചാരിക്കാം. യു ടേക്ക് ദിസ് ആസ് ഐ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ദിസ്. I is equal to integral of -π/2 to π/2 x square cos x divided by 1 plus e power x dx. ഇനി കിങ്സ് റൂൾ ഉപയോഗിക്കാം. എന്താ കിങ്സ് റൂള്? ഇന്റഗ്രൽ a to b f of x dx ഇന്റഗ്രൽ a to b f of a plus b minus x dx. ഇവിടെ -π/2 to π/2 ഇത് ഈവൻ ഫംഗ്ഷനും ഓൺ ഫംഗ്ഷനും അല്ല. എക്സ് സ്ക്വയറും കോസ് എക്സും ഈവൻ ആണ്. പക്ഷേ 1 plus e power x ഈവനും ഓടും അല്ല, ഇവനും അല്ല ഓടും അല്ല. അപ്പം -π/2 ടു പ്ലസ് π/2 കൊടുത്താൽ 0 വരും. അപ്പോൾ എക്സിന് പകരം 0 മൈനസ് എക്സ് വയ്ക്കാം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് -π/2 ടു π/2 എക്സ് സ്ക്വയർ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ പവർ മൈനസ് എക്സ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? -π/2 ടു π/2 എക്സ് സ്ക്വയർ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ ഇ പവർ എക്സ് എഴുതാം. 1/1 പ്ലസ് ഇ പവർ എക്സ് ഇങ്ങനെ എഴുതാം. ഇ പവർ എക്സ് പ്ലസ് 1 ബൈ ഇ പവർ എക്സ് എഴുതാം. ഈ ഇ പവർ എക്സ് മുകളിലേക്ക് എഴുതാം. ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് 2i ഈസ് ഈക്വൽ ടു
integral of minus pi by 2 to pi by 2 1 അപ്പോൾ അതിൽ എക്സ് സ്ക്വയർ കോസ് എക്സ് ബൈ 1 ഇ റേസ് ടു എക്സ് പ്ലസ് 1 കോമൺ ആണ്. മുകളിൽ എന്ത് വരും? 1 പ്ലസ് ഇ പവർ എക്സ് വരും. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ ആൻസർ വിൽ ബി 2y is equal to integral minus pi by 2 to pi by 2 എന്ത് വരും? ഇ പവർ എക്സ് വെട്ടിപ്പോയ എക്സ് സ്ക്വയർ കോസ് എക്സ് വരും. ഇനി എക്സ് സ്ക്വയർ ഈവൻ ആണ്, കോസ് എക്സ് ഈവൻ ആണ്. അപ്പോൾ എക്സ് സ്ക്വയറും കോസ് എക്സും ഈവൻ ആയതുകൊണ്ട് നമുക്ക് ട്വൈസ് ഓഫ് ഇൻറ്റഗ്രൽ 0 to pi by 2 എക്സ് സ്ക്വയർ കോസ് എക്സ് എഴുതാം. റൈറ്റ്. അപ്പോൾ i 2 വെട്ടിപ്പോവും. അപ്പോൾ വാട്ട് യു ഗെറ്റ്? i is equal to, കുറച്ച് ലെങ്തിയാണ് എന്നാലും അത് ഡൂവബിൾ ആണ്. i is equal to integral 0 to pi by 2 എക്സ് സ്ക്വയർ കോസ് എക്സ്. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സ് 0 to pi by 2 minus integral of derivative of the first into integral of second 0 to pi by 2. What is I? Therefore, I equals pi square by 4 minus 0 ഉണ്ടാവില്ല, minus 2 into അത് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് സൈൻ എക്സ് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് എക്സ് 0 to pi by 2 minus integral of derivative of the first into integral of second minus cos x dx 0 to pi by 2. ക്ലോസ് ചെയ്യാം. ഈ സാധനം ഒന്നായിട്ട് പോകാനുള്ളതാണ്. കാരണം പൈ ബൈ 2 കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ 2 0 ആണ്, 0 കൊടുക്കുമ്പോൾ എക്സ് 0 ആയതുകൊണ്ട് അത് 0 ആയി. അപ്പോൾ ദ വാല്യൂ വിൽ ബി i is equal to പൈ സ്ക്വയർ ബൈ 4 മൈനസ്, ഇവിടെ മൈനസ് പ്ലസ് ആവും, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പം മൈനസ് വരും. എന്ത് വരും? ട്വൈസ് ഓഫ് -2 ഇൻറ്റു എന്ത് വരും? കോസ് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ എക്സ് 0 to pi by 2. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? പൈ സ്ക്വയർ ബൈ 4 -2 ഇൻറ്റു സൈൻ പൈ ബൈ 2 എത്രയാണ്? 1. അപ്പോൾ ആൻസർ ഇസ് പൈ സ്ക്വയർ ബൈ 4 -2. എന്താ ചോദ്യം? പൈ സ്ക്വയർ ബൈ 4 -2. ഇതാണ് നമ്മളെ പൈ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താ? 2. ഇതും അതെ ഡൂവബിൾ ചോദ്യമാണ്. പക്ഷേ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ശീലിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ജെഇ മെയിൻസ് 2000 എല്ലാ ക്വസ്റ്റ്യനും ആയിട്ടില്ല, എന്നാലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഇതിലെ സിമ്പിൾ ചോദ്യങ്ങൾ ഞാൻ ചെയ്ത വഴി നോക്കാം. മറ്റേത് പഠിക്കാം, ചെയ്ത് പഠിക്കുക, അത് ചെയ്ത് പഠിക്കുക. കാരണം അത് അതേ പാറ്റേണിലാണ് ചോദ്യം വരിക. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചാൽ ലെങ്തി അല്ലേ, ലെങ്തി ആണെങ്കിലും അതേ ചോദ്യം ചോദിച്ചാൽ അതേ കൺസെപ്റ്റ് അതേ പാറ്റേണിൽ ചോദിച്ചാൽ ചെയ്യാലോ. പക്ഷെ സിമ്പിൾ ചോദ്യം എന്തായാലും ഉണ്ടാവും, 10 ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് ഫോർമുലാസും കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞാൽ ഷോർട്ട് അസിസ്റ്റൻസ് ഒക്കെ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. വിൽ സ്റ്റോപ്പ്.